أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال رب انصرني بما كذبون فأوحينا إليه أن اصنع الفلك بأعيننا ووحينا فإذا جاء أمرنا وفارت النور فاسلك فيها من كل زوجين اثنين وأهلك إلا من سبق عليه القول منهم ولا تخاطبني في الذين ظلموا إنهم مغرقون. صدق الله العظيم. സൂറത്തുൽ മുഅ്മിനൂൻ 26:7. ഖാല, നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. ഖാലയുടെ അർത്ഥം ശേഷം പ്രാർത്ഥനയാകുമ്പോൾ പ്രാർത്ഥിച്ചു എന്നാണ് പറയാം. ചോദ്യമാകുമ്പോൾ ചോദിച്ചു എന്നും അല്ല പ്രസ്താവനയാകുമ്പോൾ പറഞ്ഞു എന്നും. റബ്ബി, എൻ്റെ നാഥ, ഉൻസുർനി, നീ എന്നെ സഹായിക്കണമേ, ബിമാ കസ്സബൂനി, അവർ എന്നെ കളവാക്കിയതിനാൽ, അല്ലെങ്കിൽ അവർ കളവാക്കിയത് കൊണ്ട് എന്നുമാകാം. ഫൗഹൈന ഇലൈഹി, അപ്പോൾ നാം അദ്ദേഹത്തിന് വഹി നൽകി, ബോധനം നൽകി. അനിസ്നഇൽ ഫുൽക, നീ ആ കപ്പലുണ്ടാക്ക് എന്ന്. അനിസ്ന, നീ ഉണ്ടാക്ക് എന്ന്. അൽ ഫുൽക, ആ കപ്പൽ. ബിഅയുനിന, നമ്മുടെ മേൽനോട്ടത്തിൽ. വഹീന, നമ്മുടെ വഹി അനുസരിച്ചും. ഫഇദാ ജാഅ അംറുന, എന്നിട്ട് നമ്മുടെ കൽപ്പന വന്നാൽ. വഫാറത്തന്നൂറു, അടുപ്പ് പൊട്ടിയൊലിക്കുകയും ചെയ്താൽ. അത്തന്നൂറു, ആ അടുപ്പ് പൊട്ടിയൊലിക്കുകയും ചെയ്താൽ. ഫസ്ലുക് ഫിഹ, താങ്കൾ അതിൽ കയറ്റുക, ആ കപ്പലിൽ. മിൻ കുല്ലി സൗജൈനി, എല്ലാ ഇണകളിൽ നിന്നും. ഇസ്നൈനി, ഈ രണ്ടെണ്ണത്തെ, ഓരോ ജോഡിയെ. വാഹിലക്ക, താങ്കളുടെ കുടുംബത്തെയും അല്ലെങ്കിൽ താങ്കളുടെ ആളുകളെയും. ഇല്ലാ മൻ, ഒരുത്തനല്ലാതെ, അല്ലെങ്കിൽ ഒരു വിഭാഗമല്ലാതെ എന്നർത്ഥം. സബഖ, മുമ്പ് വന്നിരിക്കുന്നു. അലൈഹി, അതിൻ്റെ കാര്യത്തിൽ. അൽ ഖൗലു, വചനം. മിൻഹും, അവരുടെ കാര്യത്തിൽ. ഇല്ലാമൻ സബഖ അലൈഹിൽ ഖൗലു, അവരിൽ നിന്ന് ഖൗല് മുൻകടന്നിട്ടുള്ളവരെ ഒഴികെ എന്നർത്ഥം, അഥവാ മുന്നേ പറഞ്ഞവരൊഴികെ. വലാ തുഖാത്തിബിനി, താങ്കൾ എന്നോട് സംസാരിക്കരുത്. ഫില്ലദീന ളലമു, അക്രമം ചെയ്തവരുടെ കാര്യത്തിൽ. ഇന്നഹും മുഗ്റഖൂൻ, നിശ്ചയം അവർ മുക്കപ്പെടുന്നവരാണ്, അതല്ലെങ്കിൽ മുങ്ങി മരിക്കുന്നവരാണ്. നൂഹ് അലൈഹിസ്സലാമിൻ്റെ പ്രബോധനത്തെക്കുറിച്ചാണല്ലോ ചുരുക്കിയ വാചകങ്ങളിൽ കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത്. കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. 950 കൊല്ലം പ്രബോധനം നടത്തി എന്ന് നേരത്തെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൂറത്തു നൂഹിൽ അതിൻ്റെ പ്രബോധനത്തിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ അദ്ദേഹം ചെയ്തു എന്ന്. രാവും പകലും ഞാൻ വിളിച്ചു, എൻ്റെ വിളി അവരിൽ അകൽച്ചയില്ലാതെ വർദ്ധിപ്പിച്ചില്ല. അവർക്ക് പുറത്തു കൊടുക്കാൻ ഞാൻ വിളിച്ചപ്പോൾ അവർ ചെവിയിൽ വിരലിട്ടു, വസ്ത്രം കൊണ്ട് മൂടി. എന്നിട്ട് അസത്യത്തിൽ ഉറച്ചു നിൽക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു. ഞാൻ അവരെ പരസ്യമായി വിളിച്ചു, രഹസ്യമായി വിളിച്ചു. അവരോട് നിങ്ങൾ പശ്ചാത്തപിക്കുവീൻ, അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരും, ധാരാളം മഴ തരും, സമ്പത്തും സന്താനങ്ങളും വർദ്ധിപ്പിച്ചു തരും. ഇങ്ങനെയൊക്കെ പറഞ്ഞു.
ഇതിൻ്റെയൊക്കെ ശേഷം 950 കൊല്ലം ഇതൊക്കെ തുടർന്ന ശേഷം അവസാനം ഗതിമുട്ടിയിട്ട്, അല്ലെങ്കിൽ ഇനി സൂറത്ത് ഹൂദിൽ അല്ലാഹു തആല ഇത് വിസ്തരിച്ച് പറയുന്നുണ്ട്. അവിടെ അല്ലാഹു തആല അറിയിച്ചു, ഇതുവരെ വിശ്വസിച്ചവരല്ലാതെ ഇനി ആരും താങ്കളുടെ സമൂഹത്തിൽ നിന്ന് വിശ്വസിക്കുകയില്ല. അതിനാൽ അവരുടെ കാര്യത്തിൽ താങ്കൾ നിരാശനാവരുത്, ദുഃഖിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്ക് ശേഷമാണ് നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന. അതാണ് ഇവിടെ ചുരുക്കി പറയുന്നത്. അവരെന്നെ കളവാക്കിയത് കൊണ്ട് നാഥാ നീ എന്നെ സഹായിക്കണമേ. ഖാല റബ്ബി ഇൻസുർനി ബിമാ കദ്ദബൂൻ. കളവാക്കിയത് കൊണ്ട് സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ കളവാക്കിയ കാരണത്താൽ, അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞ കാരണത്താൽ നീ എന്നെ സഹായിക്കണമേ എന്നുമാകാം. അല്ലെങ്കിൽ എന്താണോ അവർ കളവാക്കിയത് അതുകൊണ്ട്, അഥവാ അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമെന്ന് പറഞ്ഞപ്പോൾ അവർ കളിയാക്കുകയായിരുന്നു, എന്നിട്ട് അതിനെ തള്ളിപ്പറയുകയായിരുന്നു. ആ ശിക്ഷ കൊണ്ട് നീ എന്നെ സഹായിക്കണമേ എന്നുമാകാം. കാരണം സൂറത്ത് ഹൂദിൽ കപ്പലുണ്ടാക്കുന്ന കാര്യം പറയുമ്പോഴൊക്കെ, കപ്പലുണ്ടാക്കുമ്പോഴും ഒക്കെ അവർ പരിഹസിക്കുകയാണ്. കാരണം അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നുള്ളതൊക്കെ അവർ പരിഹാസമായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിനൊക്കെ സത്യമാണെന്ന് അംഗീകരിച്ചില്ല, തള്ളിപ്പറയുകയാണ് ചെയ്തത്. അതുകൊണ്ട് രണ്ടുമാകാം. ആ കാരണത്താൽ സഹായിക്കണമെന്നുമാകാം, അതുകൊണ്ട് എന്നെ സഹായിക്കണമെന്നുമാകാം. രണ്ടും അർത്ഥം പറയാവുന്നതാണ് ബിമാ കദ്ദബൂൻ എന്നത്. അങ്ങനെ അള്ളാഹുവിൻ്റെ സഹായം വന്നെത്തി. അള്ളാഹുവിങ്കിൽ നിന്ന് പ്രത്യേകമായ വഹി ലഭിച്ചു. ഫൗഹൈന ഇലൈഹി അനിസ്നഇൽ ഫുൽക. ആ കപ്പലുണ്ടാക്കാൻ നീ ആ കപ്പലുണ്ടാക്ക് എന്ന്. അനിസ്നഇൽ ഫുൽക, ആ കപ്പൽ എന്നാണ്. അൽ ഫുൽക, ഒരു കപ്പലുണ്ടാക്കൂ എന്നല്ല. കപ്പൽ അതിൻ്റെ മുമ്പ് ആരും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ആദ്യത്തെ കപ്പലാണ്. അപ്പോൾ അതെങ്ങനെയാണ്, എന്തിനാണ് എന്നൊക്കെ അതിൻ്റെ മുമ്പേ പറഞ്ഞിരിക്കുന്നു എന്ന് സൂചന. അല്ലെങ്കിൽ കഥയിൽ പ്രസിദ്ധമായ നൂഹിൻ്റെ പേടകം എന്ന് പറയുന്ന ആ കപ്പൽ എന്നുമാകാം അർത്ഥം. ഏതായാലും അല്ലാഹു തആല നിശ്ചയിച്ചതുപോലെ കപ്പലുണ്ടാക്കാൻ നൂഹ് അലൈഹി സ്വലാമിനോട് ആവശ്യപ്പെട്ടു. ബി അയുനിന വ വഹീന എന്നാണ്. നമ്മുടെ മേൽനോട്ടത്തിലും നമ്മുടെ വഹി അനുസരിച്ചും. അഥവാ ആ സാങ്കേതിക വിദ്യ അന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് നൂഹ് അലൈഹി സ്വലാം ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. എങ്ങനെ ഉണ്ടാക്കുന്നു? അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുന്നു, മരം കൊണ്ട് ഇന്നതൊക്കെ ചെയ്യണമെന്ന്. എന്നിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്ന് പരിശോധനയും നടത്തുന്നു. ഇതാണ് ബി അയുനിന വ വഹീന എന്ന് പറയുന്നത്. അങ്ങനെ പ്രത്യേകമായി മലക്കുകൾ കാട്ടിക്കൊടുത്തിട്ട് വേണോ ഉണ്ടാക്കാൻ എന്ന് ചോദിച്ചാൽ അതേ എന്നാണ് മറുപടി. കാരണം ഇന്ന് നമ്മൾ ജീവിക്കുന്നത് കടലാസ് തോണി മുതൽ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പഠിച്ച കാലത്താണ്. ചെറുപ്പം മുതലേ കുട്ടികൾക്ക് അറിയാം. പക്ഷെ അന്ന് അങ്ങനെ ഒരു സംഭവം ഇല്ല. കാരണം മാനവരാശി വളർന്നു വരുന്നേ ഉള്ളൂ. ഈ ആവശ്യമാണ് കണ്ടുപിടുത്തങ്ങളുടെ മാതാവ് എന്നാണല്ലോ. അതിൻ്റെ മുമ്പ് ജലത്തിലൂടെ സഞ്ചരിച്ച് വേറെ എവിടെയോ യാത്ര ചെയ്ത് എത്തേണ്ട ആവശ്യം ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം ആകെ ആ പ്രദേശത്ത് മാത്രമേ മനുഷ്യരുള്ളൂ. സുമേരിയ, ഇന്നത്തെ ഇറാഖിൽ, അവിടെ നൂഹ് നബിയുടെ നാട്ടിൽ മാത്രമേ അന്ന് മനുഷ്യരുള്ളൂ. അതുകൊണ്ട് വേറെ എവിടേക്കെങ്കിലും പോകാനുണ്ടെങ്കിലല്ലേ കടലിലൂടെ പുഴയിലൂടെ യാത്ര ചെയ്യാനുള്ളൊരു സംവിധാനത്തെക്കുറിച്ച് അവർ ചിന്തിക്കേണ്ടതുള്ളൂ. ആവശ്യം വരുമ്പോഴാണല്ലോ ചിന്തിക്കുക. അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇതാണ് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു തആല അങ്ങനെ സാങ്കേതികമായ കാര്യങ്ങളും പലപ്പോഴും വഹി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പടയങ്കി നിർമ്മാണം സുലൈമാൻ അലൈഹി സ്വലാമിന്, ദാവൂദ് അലൈഹി സ്വലാമിന് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അല്ലംനാഹു സ്വൻഅത്ത ലബൂസിൻ ലക്കും. അങ്ങനെയൊക്കെ ആവശ്യം വരുമ്പോൾ അല്ലാഹു തആല അതും പഠിപ്പിച്ചു കൊടുക്കും എന്നർത്ഥം. അങ്ങനെ കപ്പലുണ്ടാക്കാൻ വഹി കൊടുത്തു, കപ്പലുണ്ടാക്കി. എന്നിട്ട് അതിൽ ചെയ്യേണ്ട കാര്യം പറയാണ്. കപ്പലുണ്ടാക്കാനും ഫൈദാ ജാഅ അമ്രുന വഫാറത്ത് തന്നൂർ, നമ്മുടെ കൽപ്പന വരികയും അടുപ്പ് പൊട്ടിയൊലിക്കുകയും ചെയ്താൽ എന്നാണ് തന്നൂറിൻ്റെ അർത്ഥം. തന്നൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത്, ഈ അടുപ്പ് ആണല്ലോ ഒരിക്കലും വെള്ളം കയറാതെ നമ്മൾ സൂക്ഷിക്കുന്ന സാധനം. കാരണം അത് കെട്ടുപോകും. അതുകൊണ്ട്. പക്ഷേ ഇവിടെ വെള്ളം വന്നത് തന്നെ അതിൽ നിന്നാണ്. വേറെ പണ്ഡിതന്മാരുടെ നിഗമനം അത് അവിടെ ഒരു വിഖ്യാതമായ അവരുടെ അഗ്നി ആരാധനയുമായി ബന്ധപ്പെട്ട് അന്ധവിശ്വാസത്തിൻ്റെ കേന്ദ്രമായ ഒരു പ്രസിദ്ധമായ അടുപ്പുണ്ടായിരുന്നു. അവിടെ നിന്നാണ് വെള്ളം വന്നത് എന്നാണ്.
ഇനിയും ഒരു 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 നിഗമനമുള്ളത്, ഇപ്പോൾ ഈ പഴയ നാഗരികതയിൽ ഈ തീ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല. അതുകൊണ്ട് തീ നിലനിർത്താൻ വേണ്ടി ഒരു അടുപ്പ് നിലനിർത്തുക എന്നത് പഴയ സമ്പ്രദായത്തിൽപ്പെട്ടതാണ്. കെടാവിളക്ക്, അത് തീ ആവശ്യമുള്ളവർ അതിൽ നിന്ന് എടുക്കുക എന്നൊരു സിസ്റ്റം. അങ്ങനെ സൂക്ഷിക്കുന്ന, വെള്ളം കയറാതെ സൂക്ഷിക്കുന്ന ഒരടുപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് വരാൻ തുടങ്ങി എന്നൊക്കെയാണ് പണ്ഡിതന്മാരുടെ നിഗമനം. അപൂർവം ചില ആളുകൾ അത് ഇന്ത്യയിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് എന്ന് പറഞ്ഞവരുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് താനൂരാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ കാണാൻ കഴിയും. അതിനൊന്നും പ്രാമാണികതയില്ല. വഫാറത്തന്നൂർ ഖുൽനഹ്മിൽ ഫീഹ മിൻ കുല്ലി സൗജൈനി ഇസ്നൈനി. അല്ലാഹു തആല അങ്ങനെ വന്നാൽ ഫസ്ലുക് ഫീഹ മിൻ കുല്ലി സൗജൈനി ഇസ്നൈനി, നീ അതിൽ കടത്തണം എല്ലാ ഇണകളെയും, ഈ രണ്ടെണ്ണത്തെ. എല്ലാ ഇണകളെയും എന്ന് പറഞ്ഞാൽ സകലമാന ജന്തുക്കളെയും. ബൈബിളിൻ്റെ വിവരണം അങ്ങനെയാണ്. പാമ്പും തേളും അതുപോലെ സിംഹവും കരടിയും മാനും മയിലും എല്ലാം കൂടി കയറ്റി എന്നാണ്. അങ്ങനെയൊന്നും പറഞ്ഞതിൻ്റെ അർത്ഥമില്ല. അവരുടെ അത്യാവശ്യ ഉപജീവന മാർഗമൊക്കെ ആയിട്ടുള്ള ജീവിവർഗങ്ങളിൽ, നമ്മളെപ്പോലെ ആട്, കോഴി, കാലി വളർത്തൽ എല്ലാറ്റിനെയും കൂടി കയറ്റാൻ കഴിയില്ല. പശുവിനെ വളർത്തുന്ന ആൾക്ക് ഒരു പശുവിനെയും ഒരു കാളനെയും എടുക്കാം. അതുപോലെ ഒരു കോഴി, ഒരു പൂവൻ കോഴി, ഒരു പെടക്കോഴി, ഒരു ആണാട്, ഒരു പെണ്ണാട്, ഇങ്ങനെ. കാരണം പിന്നെയും അത് ആവശ്യം വരും. അതുകൊണ്ട് അത്യാവശ്യങ്ങൾ എടുത്ത് കപ്പലിൽ കയറിക്കൊള്ളാനാണ് പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. അല്ലാഹു അലം. അതിനെ നീ അതിൽ കയറ്റുക, കപ്പലിൽ കയറ്റുക എന്ന് ബോധനം നൽകി. വഹിലക്ക ഇല്ലാമൻ സബഖ അലൈഹിൽ ഖൗലു, മുമ്പ് പറഞ്ഞിട്ടുള്ളതല്ലാത്ത നിന്റെ കുടുംബവും, അഥവാ മകൻ, അതുപോലെ ഭാര്യ, അവരൊന്നും വിശ്വസിക്കുകയില്ല എന്ന് നൂഹ് അലൈഹി സ്വലാമിനെ അല്ലാഹു തആല മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടായിരിക്കാം. അതാണ് ഇല്ലാമൻ സബഖ അലൈഹിൽ ഖൗലു എന്ന് പറയുന്നത്. കാരണം നിഷേധികളായ ആളുകൾക്ക് മുഴുവൻ മാതൃകയായിട്ട്, മോഡൽ കാഫിറുകളായിട്ട് പറയുന്ന രണ്ട് സ്ത്രീകളിൽ ഒന്ന്, കാനത്താ തഹ്ത അബ്ദൈനി മിൻ ഇബാദിന സാലിഹൈൻ വംറഅത്ത നൂഹിം വംറഅത്ത ലൂത്ത്. ഇമ്രാഅത്ത നൂഹിം വംറഅത്ത, അങ്ങനെ മോഡൽ കാഫിറുകൾ. അതിലൊന്ന് നൂഹ് അലൈഹി സ്വലാമിൻ്റെ ഭാര്യയും മറ്റേത് ലൂത്ത് അലൈഹി സ്വലാമിൻ്റെ ഭാര്യയുമാണല്ലോ. അപ്പോൾ അവരെക്കുറിച്ചൊക്കെയുള്ള വർത്തമാനം അള്ളാഹു നേരത്തെ പറഞ്ഞിരിക്കുന്നു. അപ്പറഞ്ഞവരല്ലാത്ത നിന്റെ കുടുംബക്കാരെയും കയറ്റുക എന്ന് വഹി നൽകി. വലാ തുഖാത്തിബിനി ഫില്ലദീന ളലമു, അക്രമം ചെയ്തവരുടെ കാര്യത്തിൽ നീ എന്നോട് സംസാരിക്കരുത്, അഥവാ അവരുടെ കാര്യവും പറഞ്ഞു വരരുത്. സൂറത്തു ഹൂദിലും അത് പറയുന്നുണ്ട്. വസ്നഇൽ ഫുൽക ബി അയുനിന വ വഹീന വലാ തുഖാത്തിബിനി ഫില്ലദീന ളലമു. അവിടെയും ഇതൊക്കെ വേറൊരു ശൈലിയിൽ വിസ്തരിച്ച് പറഞ്ഞത് കാണാൻ കഴിയും. അന്ന് ഇതുവരെ വിശ്വസിച്ചവരല്ലാതെ നിന്റെ കൗമിൽ ഇനി ആരും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. ഈ അക്രമികളുടെ കാര്യത്തിൽ സംസാരിക്കരുത്, അവരൊക്കെ മുക്കിക്കൊല്ലപ്പെടാനുള്ളവരാണ് എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. വല തുഖാത്തിബിനി ഫില്ലദീന വലമു ഇന്നഹും മുഗ്റഖൂൻ, അവർ മുക്കിക്കൊല്ലപ്പെടുന്നവരാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ സഹായം തേടേണ്ടി വരികയും തേടിയ ഉടനെ തന്നെ അള്ളാഹുവിൻ്റെ നടപടിക്രമം തുടങ്ങുകയും ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. എന്തിനാണ് പറയുന്നത് എന്ന് നമുക്ക് ഓർമ്മയുണ്ടാകണം. നേരത്തെ പറഞ്ഞത് മുതൽ തന്നെ ഓർമ്മിക്കണം. സത്യവിശ്വാസികൾ വിജയിക്കും, അവരുടെ വിശ്വാസം യാഥാർത്ഥ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഇതിനോട് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച മക്കാ മുശ്രിക്കുകൾ, അവരുടെ നിലപാട് സ്വീകരിച്ച നൂഹ് നബിയുടെ ജനതയ്ക്ക് എന്ത് സംഭവിച്ചു, നൂഹ് നബി അലൈഹി സ്വലാമിന് എന്താണ് ഉണ്ടായത്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ സഹായം തേടേണ്ടി വരുന്ന അവസ്ഥ വന്നാൽ അത് എതിരാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരന്തപൂർണമായ പരിണിതിയായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് അവരെ ധൈര്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ കഥ ഇവിടെ ചുരുങ്ങിയ രൂപത്തിൽ പറയുന്നത്. നൂഹ് അലൈഹി സ്വലാമിൻ്റെ കഥയും അതുപോലെ മൂസ അലൈഹി സ്വലാമിൻ്റെ കഥയും അല്പം വിശദമായി സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ മൊത്തത്തിൽ ചില നബിമാരെ കുറിച്ച് താഴെ പറയുന്നുമുണ്ട്. ഇങ്ങനെയാണ് ഈ വിവരണം പുരോഗമിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദ്റാ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.